ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും കുഞ്ചും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓന് പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ അടുത്ത്. എന്തായാലും പല്ലുവേദന ഒന്നുമല്ല, വായിക്കകത്ത് എന്തോ ഒരു കുരുവായിരുന്നു തണുപ്പത്തുണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ ചെറിയ അസുഖങ്ങൾക്കെല്ലാം വെച്ച് പിടിക്കുന്നത് നേരെ കരിമ്പ ആശുപത്രിയിലാണ്, ഗവൺമെൻറ് ആശുപത്രി. അങ്ങനെ ഞാനും കുഞ്ചും കൂടി നേരെ OP വിഭാഗത്തിലേക്ക് പോയി. നേരെ അതിൻ്റെ ഉള്ളിൽ കയറി ചീട്ട് മുറിച്ച് നേരെ ജനറൽ OPയിലേക്ക് പോയി. ജനറൽ OP താഴെയാണ് പൊതുവേ ഉണ്ടാവല്, നേരെ മുകളിലേക്ക് മാറ്റിയിനി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 1 മണിയായതുകൊണ്ട് തന്നെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാഷ്വാലിറ്റിയിലേക്ക് പറഞ്ഞു വിട്ട്. കാഷ്വാലിറ്റിയിൽ പരിശോധിക്കുന്ന ഡോക്ടർ അത്ര പോരാന്ന് തോന്നുന്നു, പോകുന്നവരെല്ലാം തെറിയും വിളിച്ചുകൊണ്ടാണ് പോകുന്നുണ്ടായിനി. അങ്ങനെ കുഞ്ചു ഡോക്ടറെ കാണിച്ച ഉടനെ തന്നെ ഒരു മരുന്നങ്ങ് എഴുതി. അപ്പോൾ മരുന്ന് എഴുതിയതെന്ന് വെച്ചാൽ ഓയിൽമെൻ്റാണ് എഴുതിയത്. എനിക്ക് മനസ്സിലാവാത്തതല്ല, ഈ ഓയിൽമെൻറ്റ് വായിൽ എങ്ങനെയാണ് തേക്കലെന്ന് ഇല്ലതാണ്. അങ്ങനെ ഞാൻ പഠിച്ച ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്ററിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിനി. അപ്പോൾ അവിടെ ഒന്ന് കയറി. കുഞ്ചു എന്നെ ആടെ തട്ടിയിട്ട് ഡ്രസ്സ് നോക്കാനാണ് പോയത്. ഞാൻ നേരെ ഓൻ്റെ അടുത്തേക്ക് പോയി. ടൗണിൽ ചെറുതായിട്ട് കറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും വിശന്ന്. നേരെ ഒന്നും നോക്കിയില്ല, ഒരു ചായയും കടിച്ച്, ചായയും മക്രോണിയും. അങ്ങനെ ഞാനും കുഞ്ചും കൂടി നേരെ തളിപ്പറമ്പിലെ സ്ഥിരമായിട്ട് കയറുന്ന ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി. ഓണത്തിൻ്റെ കളക്ഷൻസൊക്കെ വരാനില്ലതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ടെസ്റ്റ് ട്രയൽസ് മാത്രം നോക്കി. അതെല്ലാം കഴിഞ്ഞ് കുഞ്ചുവിൻ്റെ വണ്ടിക്ക് പൊല്യൂഷൻ പേപ്പർ തീർന്നുകൊണ്ട് പൊല്യൂഷൻ പേപ്പർ ആക്കാൻ കയറി. അങ്ങനെ അവിടുന്ന് ക്യാഷെല്ലാം പേ ചെയ്ത് നേരെ വണ്ടിക്ക് ബ്രേക്ക് ഡേറ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പ് തന്നെയായത്. അത്യാവശ്യം നല്ല സർവീസും കാര്യങ്ങളെല്ലാം ഇവരത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറി. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ സംഭാവന കൂപ്പൺ മുറിക്കാനുണ്ടായിനി. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നടന്ന്. കുഞ്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 പിള്ളേരും നമ്മളെ സബ്സ്ക്രൈബാണ്. അപ്പോൾ അവർ നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ട്. മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ലബിൻ്റെ നോട്ടീസും സംഭാവന കൂപ്പണൊക്കെ കൊടുത്ത് നേരെ ഞാൻ മുമ്പ് പണിയെടുത്ത എൻ്റെ ബ്രെഡ് കമ്പനിയിലെത്തി. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയത് അതിൻ്റെ ഉള്ളിലേക്കാണ്. പണ്ടത്തെ നൊസ്റ്റാളജി എല്ലാം ഇങ്ങനെ ഓർമ്മ വരുന്നു, അവിടുന്ന് പണിയെടുത്തതൊക്കെ. അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കമ്പനി തന്നെയാണ് ഇത്, ഭാരത് ബ്രെഡ്സ്. അപ്പോൾ വേറൊരു ബ്രെഡ് കമ്പനിയും കൂടി ഉണ്ട്, സാഗർ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ബാബു ആട്ടൻ. ഞാനിവിടെ പണിയെടുക്കുന്നതിന് മുമ്പേ ഇവിടെ ഇല്ല തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു റിലേറ്റീവ് ബന്ധമുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.